ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി മോയ്സ്ചറൈസർ എടുക്കുക, അടച്ച് വെക്കുക. അതിനുശേഷം മുഖത്ത് തേച്ച് വെച്ചേക്കുന്ന എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. കണ്ടോ? അതിനുശേഷം ഒരു സൺസ്ക്രീൻ അങ്ങോട്ട് എടുക്കുക, അതേപോലെ തന്നെ എല്ലായിടവും തേക്കുക. സൺസ്ക്രീൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വൈകിട്ടാണ് കേട്ടോ പോണേ. എന്നാലും ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. എങ്ങാനും ടാൻ അടിച്ചാലോ. അതിനുശേഷം ഈ പോൺസിൻ്റെ ഒരു പൗഡർ, എനിക്കെന്താണെന്നറിയില്ല, പൗഡർ എല്ലാവരും ഇടില്ലെന്ന് പറയും. എന്നാലും എനിക്ക് പൗഡർ ഇടാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അത് കാരണം ഞാൻ ഒരു പൗഡർ ഇടുന്നത്. അതിനുശേഷം നമ്മുടെ പിരികെ ഒന്ന് ചികിയോ വരച്ച് വെക്കാമെന്ന് വെച്ചു. നോക്കിയപ്പോഴത്തേക്കും അത് ഇത്തിരി തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ബ്രഷും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ചീകി ഞാൻ അങ്ങോട്ട് വെച്ചു. കേട്ടോ, ചീകുമ്പോൾ ഒരു വൃത്തിക്കൊക്കെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇതിലേലും കുഴപ്പമില്ല, തരക്കേടില്ലാതെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ ചുണ്ടിൽ പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ ലിപ് ലൈനർ വെച്ച് വരയ്ക്കാം. വലിയ കാര്യത്തിൽ വരയ്ക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തെളിഞ്ഞു വരുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ മേടിക്കുന്ന എല്ലാം എന്താണോ ഇങ്ങനെ ആയിപ്പോണത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അങ്ങനെ ലിപ് ലൈനർ വരച്ചതിന് ശേഷം അത് ഇച്ചിരി സെറ്റാക്കി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. ഫോൺ നോക്കി കണ്ണിൽ വരച്ച് കഴിഞ്ഞാലേ വേറെ എന്തെങ്കിലും ആയിപ്പോൾ. അതുകൊണ്ട് ഒരു കണ്ണാടി എടുത്തിട്ട് നമുക്ക് തന്നെ വരച്ചെടുക്കാം. എന്ത് ഭംഗിയല്ലേ. ഇനി അപ്പുറത്തെ കണ്ണിലും അതേപടി. ഒരു കണ്ണ് റെഡിയാകുമ്പോൾ അടുത്ത കണ്ണ് റെഡിയാകത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ കണ്ണെഴുതുമ്പോൾ. അല്ല ഗൈസ്, നമുക്ക് ഇതിപ്പോൾ ഏകദേശം ഞാൻ എങ്ങനെയൊക്കെയോ വരച്ചെടുക്കുന്നുണ്ട്. വാലൊക്കെ ഇട്ടേക്കാം. കൊള്ളാം. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അതിന് ബാക്കി ചുണ്ടിൻ്റെ മണ്ണ് തുടങ്ങാം. ആദ്യം തന്നെ എൻ്റെ ചുണ്ടിന് ചേരാത്തൊരു ലിപ്സ്റ്റിക്ക് തന്നെ എടുത്ത് വെക്കണം. ഇതെന്തിനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം എന്നിട്ട് അത് മേളത്തെ ചുണ്ടും കൂടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കളറും കൂടെ കൊടുക്കുക. കണ്ടോ, ഇതുകൂടെ കൊടുക്കുമ്പോഴത്തേക്കും വേറൊരു കളർ വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ആദ്യം ഇട്ടത്. കാരണം എനിക്കറിയാം അത് ആദ്യം ചേരത്തില്ല. ഇത് കൂടെ ഇടുമ്പോൾ ചുണ്ടിന് വേറൊരു ഷെയ്ഡ് കിട്ടും. അത് കാരണമാണ് ഞാൻ ആദ്യം അതിട്ട് കൊടുത്തത്. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല മെനയിലും ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. പിന്നെ ഒരു പൊട്ടും കൂടെ വെച്ചു. ഇനി നമുക്ക് മുടിയുടെ പരിപാടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം തോർത്തൊക്കെ അയച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി സെറ്റാക്കണം. ആദ്യം തന്നെ കുറച്ച് മുടി എടുക്കുക, എന്നിട്ട് 2 സൈഡിലോട്ട് എടുക്കുക. കണ്ടോ, ഈ പിരിച്ചങ്ങോട്ട് വെക്കുക. അപ്പുറത്തും പിരിച്ചു വെക്കാനാണ് പ്ലാൻ. വർക്കാവുമെന്നറിയില്ല. കണ്ടോ, ഇനി ഒരു ക്ലിപ്പും കുത്തി അങ്ങ് ആ സൈഡങ്ങ് റെഡിയാക്കാം. അതിനുശേഷം ഇപ്പുറത്തെ ഇട്ടാൽ നോക്കിയത്തേക്ക് മുടി നനഞ്ഞായത് കാരണം ഇരിക്കുന്നില്ല. എന്നാൽ പിന്നെ വേറെ സ്റ്റൈൽ അങ്ങ് പിടിക്കാം. മുടി അങ്ങ് പിന്നി വെച്ചു. ഈ സൈഡ് അങ്ങോട്ട് പിന്നി വെച്ച് കഴിഞ്ഞാൽ അതാണ് എനിക്ക് എളുപ്പം. മറ്റേത് പിരിച്ച് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുടി അവിടെ നിന്ന് ഇവിടെല്ലാം പൊങ്ങിയിരിക്കും. ഇതാകുമ്പോഴത്തേക്കും പിന്നി എൻ്റെ പണിയും തീരും. എനിക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് ഇത് വെക്കാൻ. അതുകൊണ്ട് ഞാനതങ്ങനെ തന്നെ കെട്ടിവെച്ചു. അതിനുശേഷം ഇട്ടിരുന്ന കമ്മൽ ഊരി കളഞ്ഞു കേട്ടോ. ഇനി ഇതിടാം. എന്താണെന്നറിയില്ല, ജിമിക്കി ഇട്ടാൽ ഭയങ്കര കോൺഫിഡൻസാണ്. ഇനി ജിമിക്കിയും എടുത്തിട്ട് ഇനി ഒരു ഷോ കാണിക്കാം. പിന്നെ ഒരു കയ്യിലൊരു വള, ഒരു കയ്യിൽ വാച്ച്, എല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ഉണ്ട് ലുക്ക്? പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങി വരാനുള്ള സെറ്റായില്ലേ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ, താങ്ക് യു.